നമസ്കാരം. നക്ഷത്രഫലങ്ങൾക്ക് ശേഷം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്റ്റുകളാണ് ഈ ഫലപ്രവചനം. ഞാൻ സാധാരണ അങ്ങനെ അധികമൊന്നും അങ്ങനെ ചെയ്യാറില്ല. വ്യാഴമാറ്റവും ശനിമാറ്റവും ഒന്നും ഇപ്പോൾ അധികം അങ്ങനെ ചെയ്യാറില്ല. കൂടുതലും ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലുകളിലെ ആർക്കൈവ്സിൽ. കൂടുതലും ഞാൻ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് പേര് കമൻ്റ് രൂപേണ വിഷുവിൻ്റെ ഫലം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൊതുവേ പറഞ്ഞത് എല്ലാവരും ചെയ്യട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാം. കാരണം വിഷു മേടത്തിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ കുംഭമാസത്തിലെ, അതായത് ഏപ്രിലിൽ വരുന്ന വിഷുവിന് ജനുവരിയിലെ വിഷുഫലം ആൾക്കാർ ചെയ്തു തുടങ്ങും, വ്യൂസ് കൂടുതൽ കിട്ടാനും. ഞാൻ വിചാരിച്ചത് വിഷു ആവട്ടെ, വിഷുവിൻ്റെ തലേദിവസമെങ്കിലും ചെയ്യാം എന്നുള്ള ധാരണയിലാണ് ഇതിരുന്നത്. അപ്പം കൂടുതലും ഈ ഫലങ്ങൾ ഗോചരത്തെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഫലമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. മുഴുവനായിട്ട് നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാതകം കൂടി പരിശോധിക്കണം. കാരണം ഓരോ ഇൻഡിവിജ്വലും യുണീക്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ ജാതകഫലങ്ങളും യുണീക്കായിരിക്കും. അപ്പം ചന്ദ്രൻ ഓരോ രാശിയിൽ ഓരോ നക്ഷത്രത്തിൽ നിന്നാലുള്ള ഫലങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ 2026 മേടസംക്രമം വിഷുവിനെ അടിസ്ഥാനമാക്കിയിട്ട്, മേടസംക്രമത്തെ അടിസ്ഥാനമാക്കിയിട്ട് ചന്ദ്രൻ നിൽക്കുന്ന 12 രാശിക്കാർക്കുള്ള വിശദമായിട്ടുള്ളൊരു ഫലം നമുക്ക് നോക്കാം. ഗോചരത്തെ ബേസ് ചെയ്തിട്ട് ഇതിൽ ഇന്നിപ്പം നിൽക്കുന്ന 2026 ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. വ്യാഴം ഈ വർഷം ഒരു കീ ട്രാൻസിറ്റ് ഉണ്ട്. അതായത് വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രത്തിലേക്ക്, കർക്കിടകത്തിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. ഈ അധികം താമസിയാതെ വരും. ഇപ്പോൾ ഒരുപാട് വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോസ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അതാരുടെങ്കിലൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കുക. അതുപോലെ രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് സ്ലോ മൂവിങ് പ്ലാനറ്റുകളുടെ ഗോചരം. ഈ 4 ഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ട്, രാഹുകേതുക്കളും വ്യാഴവും ശനിയെയും മാത്രം ബേസ് ചെയ്തിട്ടാണ് ഓരോ രാശിക്കും ഉണ്ടാവുന്ന മാനസിക ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനുള്ള റെമഡിയായിട്ടുള്ള ഉപാസനാമാർഗ്ഗങ്ങളുമാണ് ഞാൻ ഈ ഡെയിലി ലൈഫിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും 2026 വിഷുഫലത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്നാമത്തേത് മേടം രാശി. മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക് ജാതകത്തിൽ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം ചേരുന്നതാണ് മേടം രാശി. അപ്പോൾ പൊതുഫലം എന്ന് പറയുന്നത് 12-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ 7ര ശനിയുടെ തുടക്കകാലമാണ്. ചിലവുകൾ വർദ്ധിക്കുന്ന കാലമാണ്. 12-ൽ ശനിയല്ല, നഷ്ടങ്ങൾ, ചിലവുകൾ വർദ്ധിക്കാം. എന്നാൽ 4-ലേക്കുള്ള വ്യാഴം വരുന്ന സമയത്ത് ഗ്രഹസൗഖ്യം, ആത്മവിശ്വാസം ഒക്കെ വരും മുന്നോട്ട് വ്യാഴം വരുന്ന സമയത്ത്. എന്നാൽ 12-ലെ ശനിയും അതേപോലെ തന്നെ ഈ 3-ലെ വ്യാഴവും കൂടി നല്ല കേമമായിരുന്നിരിക്കും. ജാതകവും കൂടെ മോശമായിരുന്നെങ്കിൽ, സുഹൃതങ്ങൾ ഒട്ടും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ, അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽപ്പെട്ടവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് നന്നായിട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പം ഉറക്കമില്ലായ്മ വരാം, അമിതമായിട്ടുള്ള ചിന്തയോ ഓവർ തിങ്കിങ് അലട്ടിയേക്കാം. കൃത്യമായിട്ടുള്ളൊരു സ്ലീപ്പ് സൈക്കിൾ, അതായത് ഒരു ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ വല്ലാണ്ട് വരാം. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ, ഈ ഓവർ തിങ്കിങ്ങിൽ നിന്നൊക്കെ മാറി ഒരു സ്ലീപ്പ് സൈക്കിളൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അതിന് നിത്യവും ക്ഷേത്രത്തിൽ ശാസ്താവിനെ ആശ്രയിക്കുന്നത് ഉത്തമമാണ്. ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനവും എള്ളുപായസം എന്നിവ നൽകുന്നതും, ശാസ്താക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതും, ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഡെയിലി ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽപ്പെടുന്നവർ ഫിനാൻഷ്യൽ ട്രാക്കിംഗ്, സാമ്പത്തിക അച്ചടക്കം കർശനമാക്കണം. കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോവും. എത്ര കഷ്ടപ്പെട്ടാലും ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും കൈ നിൽക്കാത്ത അവസ്ഥയാവും. പണ്ടൊക്കെ ആണെങ്കിൽ ഡയറിയിലോ അല്ലെ ബുക്കിലോ എഴുതി വെക്കാൻ പറയും. ഇപ്പോൾ അതിനൊക്കെയുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ ആ ആപ്പുകളിൽ വരവ് ചിലവുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കാതിരിക്കരുത്. കാരണം വലിയ കപ്പലുകൾ, ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പലരും പറയും വലിയ കപ്പലുകൾ തകരുന്നത് ചെറിയ ദ്വാരം പൊളിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ ഊട്ട ഉണ്ടായാൽ തന്നെ വലിയ കപ്പലുകൾ
തകരാം. അപ്പം അതുകൊണ്ട് ഈ ഒന്ന് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അതിലൊരു ഡിസിപ്ലിൻ വരുന്നത് നന്നായിരിക്കും. അനാവശ്യ യാത്രകളൊക്കെ കുറച്ച് സമയം ലാഭിച്ച് അവനവൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിരിച്വലിയും മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 4th ഹൗസിലെ ജൂപ്പിറ്റർ നിങ്ങൾക്ക് വണ്ടി വാഹനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ തരും. കാരണം ആ 3ലെ വ്യാഴം 4ലേക്ക് മാറുമ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളതാണ്. അപ്പോൾ ജാതകവും കൂടി പരിശോധിച്ചിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊള്ളുക. അടുത്തത് ഇടവം രാശി അഥവാ ടോറസ് മൂൺ സൈൻ. കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തിൻ്റെ അരഭാഗം ചേരുന്ന ഇടവം രാശി അഥവാ ഇടവ ചന്ദ്രരാശി മൂൺ സൈൻ എന്ന് വേണമെങ്കിൽ പറയാം. പൊതുഫലം 11ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാര്യമാണ്. ലാഭശനി എന്ന് പറയാതിനെ ജാതകത്തിൽ നല്ലൊരു കാലത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തൊഴിൽ മികച്ച അവസരങ്ങളും ആഗ്രഹസാഫല്യവും ഉണ്ടാവുന്ന അനുകൂലമായിട്ടുള്ളൊരു കാലമാണത്. എന്നാൽ വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ കൊടുത്ത കാശ് തിരിച്ച് കിട്ടാത്ത ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. എടുത്തു ചാടി ചെയ്ത പല കാര്യങ്ങളും വള്ളിക്കെട്ടായിട്ട് വന്നൊരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും പോയിട്ടുള്ളത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണശീലങ്ങളിൽ നിയന്ത്രണം വേണമെന്നുള്ളതാണ്. ഷുഗർ പോലുള്ള അസുഖങ്ങൾ വരാം. അമിതാഹാരം കാരണം ഉദരസംബന്ധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. ഭദ്രകാളി, മഹാലക്ഷ്മി എന്നീ ദേവതകളെ ഉപാസിക്കുക, അല്ലെങ്കിൽ ആ ദേവതാ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിച്ച് നന്നായിട്ട് പുഷ്പാഞ്ജലി, വിളക്ക് മാല നിവേദ്യം, അതായത് നെയ്വിളക്കോ സമർപ്പിച്ച് മാലയും സമർപ്പിച്ച് നിവേദ്യങ്ങളെ സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ അരക്കാർ ഒരു ഡെയിലി ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം. അതുപോലെ നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് നന്നായിട്ട് വികസിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ പുതിയ സ്കിൽസ് പഠിക്കാനും ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങൾ, അത് സാമ്പത്തികം മാത്രമല്ല എല്ലാ കാര്യത്തിലും ഉള്ള നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആരംഭിക്കാൻ ഈ സമയം വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂട്ടത്തിൽ നിങ്ങളുടെ ജാതകവും കൂടി ആരെങ്കിലും കൊണ്ടൊന്ന് പരിശോധിപ്പിച്ച്, നല്ല അസ്ട്രോളജേഴ്സിനെ ആരെങ്കിലും കൊണ്ട് പരിശോധിപ്പിച്ച്, ചുമ്മാ നമ്മളിൽ റൊട്ടീൻ ചെക്കപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് നോക്കി വേണ്ട പരിഹാരങ്ങളും ചെയ്ത് ഈശ്വര സേവയും ചെയ്ത് സുഹൃത്തുക്കളായിട്ട് തൻ്റെ കർമ്മം ചെയ്ത് ഈ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തത് ജെമിനി മൂൺ സൈൻ അഥവാ മിഥുനം രാശിക്കാർ. മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗം ചേരുന്നതാണ് ഈ രാശി എന്ന് പറയുന്നത്. കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്തിലുള്ള 10ലെ കണ്ടകശനിയാണ്. കഠിനാധ്വാനം ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ ജന്മശനിയും ജന്മവ്യാഴവും 10ലെ കണ്ടകശനിയും കൂടെ ഉണ്ടായിരുന്ന ആ അനുഭവം കുറച്ച് മുന്നോട്ട് മാറും. ഇപ്പം ധനസ്ഥാനത്തിലേക്ക് വ്യാഴം മാറും. ആ സമയത്ത് ദാമ്പത്തികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവുമെങ്കിലും സാമ്പത്തികപരമായിട്ടും വിദ്യാപരമായിട്ടുമുള്ള ഉയർച്ചകളുണ്ടാവും. റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് വരാം. അതുപോലെ തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ജോലി മേഖലയിൽ കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രതിഫലം കിട്ടാതിരുന്നതിൻ്റെയും ഒരു അംഗീകാരം കിട്ടാതിരുന്നതിൻ്റെയും ഒക്കെ ഒരു മാറ്റം ഈ വർഷം വരും. 2026 അതുണ്ടാവും. പ്രത്യേകിച്ച് ആ വ്യാഴത്തിൻ്റെ മാറ്റത്തിന് ശേഷം അതുണ്ടാവും. അത് ഗുണമായി വരികയും ചെയ്യും. അപ്പോൾ അത് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതിനനുസരിച്ച് ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തുന്നത് നന്നായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ദശാകാലങ്ങളും കൂടി പരിശോധിച്ച് ജാതകത്തിലെ 10ാം ഭാവത്തിന് ബലം വരുന്ന കാര്യങ്ങളും കൂടി ചെയ്തുകൊണ്ട് വേണം കണ്ടകശനി കാലഘട്ടത്തിലൂടെ പോകാൻ. ഇപ്പോൾ 10ലെ കണ്ടകശനി വരുമ്പം നമ്മൾ ആ സമയത്ത് ഇത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അല്ലെങ്കിൽ ലൈഫിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കർമ്മമേഖലയിൽ വരാത്തതിൻ്റെ ഒരു റീസൺ നമ്മുടെ ജാതകത്തിലെ 10ാം ഭാവത്തിൻ്റെ ബലക്ഷയമാണ്. അവിടെ ബലപ്പെടുത്താൻ നോക്കണം. ആ 10ാം ഭാവത്തിനെയും നിങ്ങളുടെ ദശാനാഥനെയും അപഹാരനാഥനെയും ഒക്കെ ബലപ്പെടുത്തിക്കൊണ്ട്
ഈ കണ്ടകശനിക്കുള്ള പരിഹാരങ്ങളും ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കർമ്മത്തിലും തടസ്സം ഉണ്ടാവില്ല. പ്രകൃതിയിൽ എത്ര കർമ്മം ചെയ്താലും ഫലം കിട്ടേണ്ടത് പ്രകൃതിയുടെ നമുക്ക് ആ ചുറ്റുപാടുകൾ അനുകൂലമായിട്ട് വരണം. അത് അനുകൂലമായി വരുന്നതിനും ഗുണമായിട്ട് വരും. അപ്പം കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ചയും ഒരു അംഗീകാരമൊക്കെ ലഭിക്കുകയും ചെയ്യും. അതെന്തായാലും ഈ മെയ്ക്കപ്പുറം മെയ് ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലായി തുടങ്ങും എന്നുള്ളതാണ്. മാറ്റങ്ങളുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ജോലിഭാരം നട്ടെല്ലിനെയും സന്ധികളെയും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ടുള്ള പോസ്റ്റർ, ഇരിപ്പും നിപ്പും നടപ്പും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്ട്രെച്ചിങ് പോലുള്ള എക്സസൈസ് ശീലമാക്കുക. സ്ട്രെച്ചിങ് എക്സസൈസ് യോഗയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മതി, അത് നിങ്ങൾ പഠിച്ചിട്ട് അത് വേണ്ടതുപോലെ അറിയാവുന്ന ഒരാളിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതൊന്ന് ശീലമാക്കുക. സ്പിരിച്വലായിട്ടുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് മഹാവിഷ്ണു പ്രീതി മുഖ്യമാണ്. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതുപോലെ തന്നെ 10ാം ഭാവത്തിൻ്റെ കണ്ടകശനിക്കുള്ള പരിഹാരമായിട്ട് എന്താ പറയുക, ശാസ്താവിനെ ആശ്രയിക്കുന്ന ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഒക്കെ കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോവുകയും ചെയ്യും. ഡെയിലി ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റാണ്. ഈ 10ലെ കണ്ടകശനി വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വലിയ അലസതയായിരിക്കും. എത്ര ഓടിയിട്ടും എത്തുന്നില്ല. നമുക്ക് എപ്പോഴും അങ്ങ് തടസ്സങ്ങളും ക്ഷീണമൊക്കെ ആയിരിക്കും. അപ്പം ടൈം മാനേജ്മെൻറ്റ് പ്രധാനമാണ്. ഓഫീസിലെ ഗോസിപ്പുകളിൽ നിന്നും അനാവശ്യ തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവത ഉപാസനകളും മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുക, മുന്നോട്ട് പോവുക. എന്തായാലും ഉറപ്പായിട്ടും മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ ചേരുന്ന നിങ്ങൾക്ക് ഗുണമായിട്ട് വരും. ഈ വർഷം ഉറപ്പായിട്ടും മെയ്ക്ക് ശേഷമൊക്കെ ശരിക്കും മാറ്റം വരുമ്പോഴത്തേക്ക് ഗുണമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുക, ഈശ്വര സേവ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കർക്കിടകക്കാരുടെ കാര്യം നോക്കാം. പുണർത്തത്തിൻ്റെ അവസാന പാദം പൂയം, ആശ്ലേഷ അതായത് ആയില്യം നക്ഷത്രം ചേരുന്ന കർക്കിടക രാശി മനോഹരമായ രാശിയാണ്. അവിടേക്കാണ് വ്യാഴം വരുന്നത്. പക്ഷേ ഈ രാശിക്കാർക്ക് ഉച്ചനായ വ്യാഴം അവിടേക്ക് വരുമ്പം ജന്മരാശിയിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ ധാർമ്മികമായിട്ടും ആത്മീയപരമായിട്ടുള്ളൊരു ഉണർവ് ലഭിക്കും. അതിൻ്റെ 9ാം രാശിയിലുമാണ് ശനി നിൽക്കുന്നത്. അപ്പം സ്പിരിച്വലി ഇവർക്ക് വളരെ ഗുണമാണ്. അതായത് പുണർത്തത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യക്കാർക്ക് സ്വയം മനസ്സിലാക്കാനും സ്പിരിച്വലി ഡെവലപ്പ് ആവാനും ആധ്യാത്മികപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ദീർഘയാത്രയ്ക്കും ഉന്നത പഠനത്തിനും അതുപോലെ പല പല ജീവിതാനുഭവങ്ങൾ വഴി ജീവിതത്തെ റിയലൈസേഷൻ ഒക്കെ ഉണ്ടാവാൻ, പല കാര്യങ്ങളിലും റിയലൈസേഷൻ വരാനുമൊക്കെ ഈ കാലയളവ് സഹായിക്കും. കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്നൊരു വൈകാരികമായിട്ടുള്ള ഒരു അസ്വസ്ഥത എന്താവും ഒരു സ്റ്റക്ക് മാറിയിട്ട് ഒരു വൈകാരികമായിട്ടുള്ളൊരു ശാന്തത അനുഭവപ്പെടും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴം ജന്മത്തിൽ കർക്കിടക രാശി ജലരാശിയാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അത് ഉച്ചനാവുകയും ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശനി 9ലും കൂടെ നിൽക്കുന്നുണ്ട്. ധാരാളമായിട്ട് വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. പ്രകൃതിയോടിണങ്ങി സമയം ചിലവഴിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ പ്രകൃതിയോട് ഇണങ്ങാൻ നേരത്ത് മടി പിടിച്ചിരിക്കരുത്, ഭാഗ്യനാശം ഉണ്ടാവും. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഇറങ്ങുക, പ്രകൃതിയുടെ മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ച് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. വ്യാഴം ജന്മത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ശനി 9ലാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കണം കേട്ടോ. കൃത്യമായിട്ട് രാവിലത്തെ ആ ഒരു ഉദയ സമയത്ത് കുളിച്ച് വൃത്തിയായിട്ടിരിക്കാൻ എന്നിട്ട് ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. സ്പിരിച്വൽ റെമഡീസായിട്ട് മഹാദേവനെ ആശ്രയിക്കുക. അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ശിവന് ജലധാരയും കൂവളത്തിലെ അർച്ചനയും നടത്തുന്നതൊക്കെ ഉത്തമമായിരിക്കും. സർപ്പപ്രീതിയും വരുത്തണം കേട്ടോ. സർപ്പപ്രീതി വരുത്തേണ്ട അത്യാവശ്യമാണ്. സർപ്പക്ഷേത്രങ്ങളിൽ പോയി തൊഴുകയും നൂറുമ്പാലം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്പിരിച്വൽ ബുക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ അതിനുള്ള സമയം കണ്ടെത്തുക. ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഇമോഷണൽ ബൗണ്ടറീസ്, വൈകാരികമായിട്ടുള്ള അതിരുകൾ സൃഷ്ടിക്കുകയും
മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അമിതമായിട്ട് തലയിലേറ്റാതെ അത് എടുത്ത് തലയിൽ ഇങ്ങനെ പൊക്കി വെച്ച് കൊണ്ടുപോകുന്ന ശീലങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കൊന്ന് ഒഴിവാക്കി വെച്ചാൽ സമാധാനം ഉണ്ടാവും കേട്ടോ. അപ്പം അത് എടുത്ത് തലയിൽ വെക്കല്ലേ, കാരണം അതങ്ങനെയാണ്. അവ 8-ലാണ് രാഹു. പല ഫാൻറ്റസികളിലേക്കുമൊക്കെ നമുക്ക് അറിയാതൊരു ചിന്ത വരും, ശ്രദ്ധ വരും. പക്ഷെ അതൊക്കെ ബ്രേക്ക് ഉണ്ടാക്കും, വേദന ഉണ്ടാക്കും. നിങ്ങളുടെ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്ന ആ സ്പിരിച്വൽ ഗുണങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ മനസമാധാനക്കേടായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ വൈകാരികമായിട്ടൊക്കെയുള്ള ആ ശാന്തതയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് പറ്റിയൊരു കാലവും കൂടിയാണിത്. ബാക്കി എല്ലാ കാര്യങ്ങളും ജാതകമൊക്കെ പരിശോധിച്ചിട്ട്, മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജാതകമൊക്കെ പരിശോധിച്ചിട്ട് വേണ്ട കാര്യങ്ങളൂടെ നിങ്ങൾ ചെയ്തു കൊള്ളുക. അടുത്തത് ചിങ്ങം. മകം, പൂരം, ഉത്തരത്തിൻ്റെ കാൽ ചേരുന്ന ചിങ്ങൻ രാശിക്കാർ, ലിയോ മൂൺ സൈൻ. അപ്പം അഷ്ടമത്തിലെ ശനി, 8-ലെ ശനിക്ക് അത്ര സുഖമൊന്നുമല്ല. അപ്പം പ്രതിസന്ധികളുടെ ഒരു കാലം വരും എന്നുള്ളതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ദശി അപഹാരമൊക്കെ മോശമാണെങ്കിൽ പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുപോലെ 7-ൽ രാഹു സഞ്ചരിക്കുന്നൊരു കാലവും കൂടിയാണ്. അപ്പം ട്രാൻസ്ഫോർമേഷനുള്ള ഒരുപാട് ഇൻസിഡൻസ് വരും. പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. അതിൻ്റെയൊക്കെ ഒരു പെയിനിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഈ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല ദൃഷ്ടി കർക്കിടകത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്നത് കൊണ്ട് 12-ലാണ് വ്യാഴം, 8-ലെ ശനിയും 7-ലെ രാഹുവും ഒക്കെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകം, പൂര, ഉത്തരത്തിൻ്റെ 1-ാം പാദം ചേരുന്നവർക്ക് അത്ര നല്ലൊരു കാലമല്ല കേട്ടോ. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും വലിയ വലിയ അപകടങ്ങളും ഒക്കെ വരാനുള്ളൊരു സാധ്യതയുള്ള സമയം. നന്നായിട്ട് ഈശ്വര സേവ ചെയ്യണം. ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ലൊരു ഇത് വേണം. അപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്തണം. അസ്ഥികൾ, കാൽമുട്ടുകൾ ഒക്കെ ഉണ്ടാവുന്ന വിഷയങ്ങൾ, രോഗദുരിതങ്ങൾ, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. അപ്പം ആദിത്യ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അർക്കശംഭു മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ആദിത്യ ഹൃദയം ജപിക്കുക. അല്ലെങ്കിൽ ഉഗ്രമൂർത്തികളായിട്ടുള്ള കാലഭൈരവൻ അല്ലെങ്കിൽ ഭൈരവസ്വാമിക്കൊക്കെയുള്ള വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ദിവസത്തിൽ അയ്യപ്പസ്വാമി ക്ഷേത്രം, ശാസ്താവിൻ്റെ ക്ഷേത്രം ദർശിച്ച് വഴിപാടുകൾ നടത്തുക. ഇതിനോടൊപ്പം നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടോ, ഈ മകം, പൂര, ഉത്തരത്തിൻ്റെ ആൾക്കാർ ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു അസ്ട്രോളജർ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ച് അത് നോക്കി ദശയും കാലവും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ നമ്മുടെ ചാനലിൻ്റെ ആർക്കൈവ്സിനകത്ത് പരിഹാരങ്ങളുടെ ഒരു സീരീസ് കിടപ്പുണ്ട്. അതിൽ നിങ്ങളുടെ ദശ ഏതാണ്, അപഹാരം ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ ആ പറയുന്ന ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് കഴിയാവുന്ന പോലൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വർഷം ശ്രദ്ധിക്കേണ്ട റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഈ ലിയോക്കാർ, അതായത് ചിങ്ങക്കൂറുകാർ ഒരു കാരണവശാലും ഇപ്രാവശ്യം അത് ചെയ്യരുത്. അതുപോലെ ഈ റിസ്ക്കുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, ഈ ഹെൽമെറ്റിനകത്തൊക്കെ കയറ്റി വെച്ചും അതേപോലെ തന്നെ വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പം ആൾക്കാർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറിൽ നിന്ന് ബ്ലൂടൂത്ത് കണക്ഷൻ അല്ലെങ്കിൽ വയർ കണക്ഷൻ മാറ്റിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് ചെവി വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഈ പരിപാടികളൊക്കെ നിർത്തണം. രാവിലെ സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യണം. കുറച്ച് സൂര്യപ്രകാശം ശരീരത്ത് തട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. സ്പിരിച്വലി ഒന്ന് ഇതായിട്ട് മുന്നോട്ട് പോകണം. കുറച്ച് മോശം സമയമാണ്, എന്നാലും ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ, ഭാഗ്യാധിപൻ്റെയൊക്കെ ദശി അപഹാരമൊക്കെയാണ്, ലഗ്നാധിപൻ്റെ ദശി അപഹാരമൊക്കെയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങൾ ഉണ്ടാവും. ആഗ്രഹങ്ങളുടെ ബലത്തിനനുസരിച്ചൊക്കെയുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്, അതാണ് ഏറ്റവും പ്രധാനം. സുഹൃതവും ഈശ്വരാനുഗ്രഹവുമാണ് നമ്മുടെ ജീവിതത്തെ കുറേ കാര്യങ്ങൾ നയിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. അടുത്തത് കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ അര ചേരുന്ന കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് വിർഗോ മൂൺ സൈൻ കന്നിക്കൂറ്.
മൂൺ സൈൻ ആണെങ്കിൽ സൺസൈൻ അല്ല. നമ്മളിപ്പോൾ ഈ വിർഗോ ആണ് ഞാൻ എന്ന് പറയുമ്പോൾ കന്നി പലരും ചോദിക്കാറുണ്ട്. ഇത് സൺസൈൻ അല്ല കേട്ടോ, അത് വെസ്റ്റേൺ അസ്ട്രോളജിയാണ്. നമ്മൾ എടുക്കുന്ന മൂൺ സൈനാണ്. ചന്ദ്രൻ നിൽക്കുന്നത് നിങ്ങളുടെ നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്, നക്ഷത്ര രാശി. അപ്പോൾ പൊതുഫലം എന്ന് പറയുന്നത് കണ്ടകശനിയാണ്, ശനി 7-ലൂടെയാണ് പോകുന്നത്. അപ്പം ദാമ്പത്യ ജീവിതത്തിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാം. എന്നാൽ 11ലേക്ക് വ്യാഴം വരുന്ന സമയത്ത് കുറച്ച് ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. കന്നിരാശിക്കാർക്ക് പൊതുവേ 7-ലെ കണ്ടകശനി വരുന്ന സമയത്ത് ശുക്രനൊന്നും ജാതകത്തിൽ ബലമില്ലെങ്കിൽ, നീചനാണെങ്കിൽ 6-12 പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. സ്വന്തം സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ അല്ലെങ്കിൽ ബ്രീത്തിങ് വ്യായാമങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. സ്പിരിച്വൽ റെമഡീസായിട്ട് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ ആശ്രയിക്കുക, അതുപോലെ കുടുംബത്തിലെ പരദേവതയെ പ്രീതിപ്പെടുത്തുക. കണ്ടകശനിക്ക് പരിഹാരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഉഗ്രദേവതകളായിരിക്കുന്ന ശനിയുടെ കാരകത്വത്തിൽ വരുന്ന ദേവതകൾക്ക് കുടുംബത്തിലൊക്കെ വെച്ചാരാധനകൾ, യോഗീശ്വരനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ടത് ചെയ്യുക. വ്യക്തീശ്വരി, കാളി തുടങ്ങിയിട്ടുള്ള ദേവതകളെ ആശ്രയിക്കുന്നതൊക്കെ ഈ 7-ലെ കണ്ടകശനിയുടെ ദോഷങ്ങൾ തീരാൻ വളരെ വിശേഷമാണ്. അത് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഡെയിലി ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ ആക്റ്റീവായിട്ടുള്ളൊരു ലിസണിങ് ശീലിക്കുക എന്നുള്ളതാണ്. അതൊരു ശീലമാക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7-ലെ കണ്ടകശനി നടക്കുന്ന സമയത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്, പറയുന്ന അങ്ങോട്ട് കേൾക്കത്തുമില്ല, ഇങ്ങോട്ട് പറയുന്നോട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ എപ്പോഴും വാദപ്രതിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ള, അടി വെട്ടുകൂത്ത് ഒക്കെ വീട്ടിൽ. അപ്പം പങ്കാളിയുടെ അടുത്ത് മാത്രമല്ല, ബിസിനസ് പാർട്ട്ണർഷിപ്പിലുള്ള ആൾക്കാരുടെ അടുത്തും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തും ഒക്കെ നിങ്ങളുടെ ഒരു റിലേഷൻ, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന അത് ഏത് തരത്തിലുള്ള റിലേഷനായാലും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുക, അതുപോലെ തന്നെ കേൾക്കാൻ തയ്യാറാകുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ജാതകവും കൂടി പരിശോധിച്ചിട്ട് വേണ്ട പരിഹാരങ്ങളും കൂടെ ചെയ്തു കൊള്ളുക കേട്ടോ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ കന്നിക്കാർ ഉത്തരത്തിൻ്റെ മുക്കാൽ അത്തം ചിത്തിര, അത്തം ചിത്തിരയുടെ അര ചേരുന്നതാണ് കന്നിരാശിക്കാർ. എല്ലാ ഐശ്വര്യവും അനുഗ്രഹവും ഈ വർഷം നിങ്ങൾക്കുണ്ടാവട്ടെ. വീട്ടിൽ ദാമ്പത്യ വിഷയത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ ഭഗവാൻ അയ്യപ്പസ്വാമി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുലാം രാശിക്കാർ, ചിത്തിരയുടെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ ചേരുന്ന തുലാം രാശി. 5-ലൂടെ രാഹു സഞ്ചരിക്കുന്നു. 6-ൽ ശനി വളരെ ശക്തനാണ്. ശത്രുജയം, കടങ്ങൾ ഒക്കെ തീർക്കാനുള്ള വഴി തുറന്നു വരും. കർമ്മരംഗത്ത് മികച്ച വിജയങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. തൊഴിലിൽ ഉത്തരവാദിത്തം കൂടും. തൊഴിൽപരമായിട്ടുള്ള സ്ട്രെസ് കുറച്ച് കൂടും. എങ്കിലും ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിൽ വളർച്ചകൾ വരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. 10-ലെ വ്യാഴം മോശമാണെന്ന് ചില അഭിപ്രായമുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ദൈവാധീനം, ഈശ്വര സേവയും ഈശ്വര കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ധനം ധാരാളമായിട്ട് മുടക്കിയുണ്ടല്ലോ, അത് നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് ദാനധർമ്മങ്ങൾക്ക്, ദാനം ഒരു വലിയ കാര്യം കേട്ടോ. ശരിക്കും നമ്മളെ ജീവിതം ഇരട്ടിപ്പിക്കണമെങ്കിൽ, നമുക്ക് വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അന്നദാനവും അതുപോലെ തന്നെ സാധാരണ മനുഷ്യരെയൊക്കെ സഹായിക്കണം. ഈ ക്ഷേത്രം പണിയാനൊക്കെ സഹായിക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ വഴിപാട് നടത്താൻ മാത്രമല്ല, വഞ്ചിയിലിടാൻ മാത്രമല്ല, ക്ഷേത്രം പണിയാനും കുടുംബക്ഷേത്രമൊക്കെ പണിയാനൊക്കെ സഹായിക്കുമ്പം ആക്ച്വലി ആൾക്കാരുടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയതിനുള്ള ദാനമുണ്ട്. അതൊരു ദാനമായിട്ടാണ് പറയുന്നത്. കാരണം ഈ നമ്മൾ ശരിക്കും ആ ഒരു ആൾക്കാർക്ക്, അത്രയും ആൾക്കാർക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം ചെയ്യാൻ വേണ്ടി നമ്മുടെ അധ്വാനത്തിൽ നിന്ന് അങ്ങനെ ഒരു ദാനം ചെയ്യുമ്പോൾ ക്ഷേത്രം പോലെ ഈശ്വരീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
അന്നത്തിന് വേണ്ടി, ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്, അത് ഏത് രീതിയിലും ആവാം. അത് ഒരാളെ സഹായിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം, ധനം, നിങ്ങളുടെ അറിവുകളൊക്കെ മുടക്കുന്നില്ല. ത്യാഗേനേവ അമൃതത്വം അശ്നുതയെന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഗുണമായിട്ട് വരും. അത് ഗുണമായിട്ട് വരികയും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുകയും ഒരുപാട് സാമ്പത്തികവും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ പല കാര്യങ്ങളും പെട്ടെന്ന് തടസ്സമായി കിടന്ന പല കാര്യങ്ങൾക്ക് മാറ്റം വരികയും ചെയ്യും. പൊതുവേ മികച്ച ആരോഗ്യം വരേണ്ട ഒരു സമയമാണ്. ജാതകം കൂടി പരിശോധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ആരോഗ്യം വരണമെന്ന് പറയുമ്പോൾ മികച്ച ആരോഗ്യമായിരിക്കും എന്ന് പറയുമ്പോൾ ഈ വർഷം എനിക്ക് അസുഖമാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് എക്സസൈസ് ഒന്നും ഇല്ലാതെ തോന്നിയ പോലെ തോന്നുമ്പോൾ എണ്ണീച്ച് തോന്നുമ്പം കിടന്ന് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ അത്യാവശ്യം ഒരു മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് കൂടുതലായിട്ടും പറയുന്നത്. അവർക്കാണ് ഇതൊക്കെ ഉപകാരപ്പെടുന്നത്. സ്കിൻ അലർജീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സാധ്യതകളുള്ളൊരു കാലമാണ്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. മഹാലക്ഷ്മി അഷ്ടകം നിത്യവും ജപിക്കുന്നതും വെള്ളിയാഴ്ച ദേവിക്ക് ചുവന്ന പട്ട് ചാർത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ നിത്യവും ദേവി മഹാത്മ്യം 11 അധ്യായം ജപിക്കുന്നതും ഒക്കെ 10 വ്യാഴം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പം കൃത്യമായിട്ടുള്ളൊരു ദിനചര്യ, ഡെയിലി റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. റൊട്ടീൻ കറക്റ്റ് പ്രോപ്പറാക്കുക എന്നുള്ളതാണ് ഒന്ന്. വ്യായാമം മുടക്കാതിരിക്കുക. പഴയ കടങ്ങൾ, ലോൺ ഒക്കെ വളരെ വേഗത്തിൽ തന്നെ അടച്ചു തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രയോറിറ്റീസൊക്കെ ഇത് പഴയത് കിടക്കുന്ന കടങ്ങളൊക്കെ തീർക്കാൻ മാക്സിമം ശ്രമിക്കുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ സമാധാനത്തിന് വളരെ നല്ലതായിരിക്കും. അത് ചെയ്യാൻ നോക്കുക. പൊതുവെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഈശ്വരീയമായിട്ടുള്ള ക്ഷേത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഈശ്വരീയ കാര്യങ്ങളും പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ ഇതായിരിക്കും. പിന്നൊരു കാര്യം, 10 വ്യാഴവും 6 ശനിയും 5 രാഹുവും സഞ്ചരിക്കുന്ന കാലത്ത് നിങ്ങളുടെ ജാതകവും കൂടി മോശമാണെങ്കിൽ ചിലപ്പം വീട്ടിൽ പ്രായമൊക്കെ ആയിരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ കർമ്മം ചെയ്യേണ്ടതായിട്ട്, അതായത് ഒക്കെയുള്ള ഒരു വിയോഗം ഒക്കെ വരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അത് ചിലപ്പോൾ നല്ല പ്രായമുള്ളതായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഒക്കെ അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ എന്നാൽ അത് വളരെ നന്നായിട്ട്, അതായത് ജാതകം നല്ലൊരവസ്ഥയിലാണ്. ജാതകത്തിലെ കാലം, ദശാകാലങ്ങളും 10ാം ഭാവത്തിനുമൊക്കെ നല്ല ബലമുള്ളൊരു കാലയളവിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരീയ വിഷയങ്ങളും പിതൃകർമ്മങ്ങളുമൊക്കെ ഇപ്പം തിരുവല്ലം പോലെ തിരുനെല്ലി പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വേണ്ട കർമ്മങ്ങളും, അതുപോലെ തന്നെ ഈശ്വരീയ വിഷ്ണു ക്ഷേത്രങ്ങൾ ഗുരുവായൂർ പോലെ, ശ്രീരംഗം പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുകയും തുളസിമാലയും നെയ്വിളക്കും കദളിപ്പഴ നിവേദ്യമൊക്കെ ഭഗവാനെ സമർപ്പിച്ച് വിഷ്ണു സഹസ്രനാമ ജപമൊക്കെ ചെയ്യുന്നതൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും ജീവിതത്തിൽ. ഒരു വർഷം കൊണ്ട് തന്നെ ജീവിതം വല്ലാണ്ട് മാറ്റം വരും. തിരുപ്പതി ദർശനം ഒക്കെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ശരിക്കും തുലാം രാശിക്കാർ ഈ വർഷം പറ്റുമെങ്കിൽ തിരുപ്പതി ദർശനമൊക്കെ നടത്തുന്നത് വളരെ വിശേഷമാണ് കേട്ടോ. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, ജോലിയിൽ ശമ്പളം കിട്ടാൻ വൈകുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് തൊഴിൽപരമായിട്ട് തൊഴിലിലൂടെയുള്ള സാമ്പത്തിക വളർച്ചയൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട ചേരുന്ന വൃശ്ചിക രാശിയുടെ ഫലങ്ങൾ നോക്കാം. 5ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ, കുട്ടികൾ, പ്രണയം, ക്രിയാത്മകമായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ അവരവരുടെ ആ ഒരു വിഷയം കൊണ്ടൊരു മാനസിക ഉത്കണ്ഠ ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഭാഗ്യസ്ഥാനത്തൂടെ ഉച്ചവ്യാഴം സഞ്ചരിക്കുന്ന കാലം വരുക നിങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ഗുരു, ഈശ്വരൻ, ഭഗവാന്റെ തീർത്ഥാടന യാത്രകൾ ഇതൊക്കെ ചെയ്താൽ വലിയ നേട്ടങ്ങളും ആത്മീയ ഉണർച്ചയും ഭാഗ്യവും ഈ വർഷം ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. 9-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് സുഹൃതങ്ങൾ ചെയ്തും ഈശ്വരകാര്യങ്ങളും ചെയ്തിട്ടും ഭാഗ്യാനുഭവം ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കില്ല.
പ്രത്യേകിച്ച് ഉച്ചനായിട്ടുള്ള വ്യാഴം വൃശ്ചികക്കാർ കേട്ടോ. അപ്പം അത് ചെയ്യണം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണമാണ്. സ്വാത്വികമായിട്ടുള്ള ഭക്ഷണം ഈ 9-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പരമാവധി ദിവസങ്ങളിൽ ഈ നോൺ വെജ്, റെഡ് മീറ്റുകളൊക്കെ ഒഴിവാക്കി, ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ദഹന പ്രശ്നവും ഡയബറ്റിക് ഇഷ്യൂസ് വല്ലാണ്ട് വരും. 9-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പം ലഘുവായിട്ടുള്ള സ്വാത്വിക ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക, ശീലമാക്കുക. കുട്ടികളുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറാനുള്ള വഴികൾ കാണാൻ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ. അപ്പം സന്താന നിമിത്തം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാസ്താവിനെയും ഭദ്രകാളിയെയും ദക്ഷിണാമൂർത്തിയെയും മൃത്യുഞ്ജയ സ്വാമിയെയൊക്കെ ആശ്രയിക്കുക. ഇതിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ പരദേവതയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അത് വേണ്ടത് ചെയ്തുകൊള്ളുക. അതേപോലെ വ്യാഴത്തിന് പരിഹാരമായിട്ട് 9-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ഗുരു എന്താണോ പറയുന്നത് അത് കേൾക്കുക. 1-മത്തേത് 2 വിഷ്ണുപ്രീതി വരുത്തുക. 3-മത്തേത് തീർത്ഥാടനങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നാഗാരാധന ഈ വർഷം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നോക്കുക. പ്രത്യേകിച്ച് കുടുംബത്തിലെ സർപ്പങ്ങൾക്ക് വിളക്ക് വെക്കാനും അവിടുത്തെ പൂജകൾ നടത്താനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമായിട്ട് ഈ വർഷം അത് വളരെ വിശേഷമാണ്. അത് ചെയ്യുക തന്നെ വേണം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതവും. ഇനിയും ഡെയിലി ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റിലെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും അവരുടെ രീതികൾക്കനുസരിച്ച് സ്വന്തം ഹോബികൾക്കനുസരിച്ചും ഉള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. അതേപോലെ പ്രണയ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇടപെടുക. അത്യാവശ്യ സമയവും ധനവും ഒക്കെ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പുതിയ വിഷയങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയ വിഷയങ്ങൾ എന്തെങ്കിലും പഠിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം എന്നെ കൂട്ട് ടേസ്റ്റുള്ള ആൾക്കാരാണെങ്കിൽ ജ്യോതിഷവും തന്ത്രവും പോലുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ഫിലോസഫീസൊക്കെയുള്ള കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ച് തുടങ്ങാൻ പറ്റുന്നതും അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കാലവും കൂടിയാണ്. അപ്പം അത് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം വൃശ്ചിക രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈ വർഷം ഐശ്വര്യവും അനുഗ്രഹവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനത്തിനും സ്പിരിച്വാലിറ്റിക്കും പറ്റിയൊരു കാലമാണ്, വിട്ടുകളയരുത്. അത് ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് ധനുരാശി. രാശിചക്രത്തിലെ ആദ്യ സെറ്റ് നക്ഷത്രം മേടം മുതൽ, മേടത്തിൽ അശ്വതി തുടങ്ങി ആയില്യത്തിൽ അവസാനിക്കും. അതിനുശേഷം മകത്തിൽ തുടങ്ങി തൃക്കേട്ടയിൽ അവസാനിക്കും. ഇനി ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് മൂലത്തിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന. അപ്പം അത് ധനുരാശിയിലാണ് മൂലം നക്ഷത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂലം, പൂരാളം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ചേരുന്ന ധനുരാശി. 4-ാം ഭാവത്തിൽ ശനി, 4-ലെ കണ്ടകശനി. അത് വീട്ടിൽ ഹോം ബേസ്ഡ് നമ്മുടെ സുഖഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പം സ്വസ്ഥത കുറയും എന്നുള്ളതാണ്. വീട്ടിൽ സ്വസ്ഥത കുറയും. 2-മത്തേത് അമ്മമാരുമായിട്ടോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് നിമിത്തമുള്ള ദുഃഖങ്ങളോ മാനസിക സമ്മർദ്ദങ്ങളോ വരാം. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് വണ്ടി, വാഹനം ഇത്യാദി കാര്യങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ, വീടിനൊക്കെ പണിയാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ ഒരുപാട് തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വ്യാഴം അത്ര നന്നായിട്ടല്ല വരുന്നത് എന്നുള്ളതാണ്. മിഥുനത്തിൽ നിന്നും അഷ്ടമത്തിലേക്ക് 8-ലെ വ്യാഴമാണ്. ചില ഗ്രന്ഥങ്ങൾ പറയുന്നത് അഷ്ടമത്തിലെ വ്യാഴം കുറച്ച് ആശ്വാസങ്ങൾ കൊടുക്കും എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. മനസമാധാനത്തിന് വേണ്ട ഈശ്വരീയ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക. ജാതകത്തിലെ ദശയെ അപഹാരമൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വലുതായിട്ട്, ഈ ഗോചരഫലങ്ങളൊന്നും വലുതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഡെയിലി ലൈഫിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നെഞ്ചിരിച്ചിൽ, ഹൃദയം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ കൃത്യമായിട്ടുള്ള ചികിത്സ നേടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യം, അതിൻ്റെ പരിശോധനകളൊക്കെ നോക്കുക. അമ്മയുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ നോക്കുക. വീട്
ഒരു ക്ഷേത്രം പോലെ നോക്കുക. എപ്പോഴും അഴുക്ക് തുണികളൊന്നും കൂട്ടിയിടാതെ എല്ലാം അടിച്ച് വൃത്തിയാക്കി, മാറാലകളെല്ലാം അടിച്ച് വൃത്തിയാക്കി, എപ്പോഴും രാവിലെയും വൈകിട്ടും പറ്റുന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് കത്തിച്ച് അഗർബത്തികളൊക്കെ പുകച്ച് തുളസിയിലയിട്ട വെള്ളം തളിച്ച് ഒരു ശുദ്ധമാക്കി വെക്കുക വീടെന്നുള്ളതാണ് കേട്ടോ. പൂജയൊക്കെ പഠിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് നോളജ് ഉള്ളവരാണെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഗണപതി ഹോമം ഭഗവതി സേവയും വീട്ടിൽ കഴിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് കറുകമാലയും ഭദ്രകാളിക്ക് കടുംബായുസവും സമർപ്പിക്കുക. കുടുംബക്ഷേത്രത്തിലെ ദർശനം ഉറപ്പായിട്ടും ഗുണം ചെയ്യും. കുടുംബക്ഷേത്രം നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങാൻ കുടുംബക്ഷേത്രത്തിലെ ശനികാരകത്വത്തിലുള്ള ദേവതകൾ ശാസ്താവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യോഗീശ്വരൻ പോലുള്ള ദേവതകൾ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തമ്പുരാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ആരാധിക്കുന്നൊരു ശൈവ സംബന്ധിയായിട്ടുള്ള ദേവതകളുണ്ടെങ്കിൽ നിങ്ങളതിനെ ആശ്രയിക്കുകയും വേണ്ട പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. ഗണപതി ഭഗവാനെ നന്നായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക. വീടും പരിസരം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടൊപ്പം പ്രത്യേകിച്ച് അമ്മയോടുള്ള ബന്ധം, സമയം, അതിൻ്റെ ഒരു ക്വാളിറ്റി ടൈം അത് കൃത്യമായിട്ട് കൊണ്ടുവരികയും വേണം എന്നുള്ളതാണ്. അത് ചിലവഴിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ ധനുരാശിക്കാർക്ക് ഈ വർഷം ഈ വിഷുഫലം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഫലങ്ങളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അടുത്ത് മകരം രാശി നോക്കാം. കാപ്രിക്കോൺ മൂൺ സൈൻ അഥവാ മകരം രാശി, ഉത്രാടത്തിൻ്റെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം ചേരുന്ന മകരം രാശി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ടൊരിക്കൽ മകരം രാശിയുടെ ഒരു വീഡിയോ ചെയ്തവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു കടുത്ത വ്യക്തിപരമായിട്ടുള്ള ഇത് ആരോടും ഉണ്ട് എന്നുള്ളതാണ് അത് പറഞ്ഞു വെച്ചത്. ഒരുപാട് പേര് അതിനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തോ ഇതിൽ നല്ല അങ്ങ് കൊന്നിട്ട് പൊക്കൂടായിരുന്നു. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലി അങ്ങനെ മകരം രാശി ചന്ദ്രൻ ലഗ്നമായിട്ടുള്ള കുറേ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ ഫലങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നവർ അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ ആരും അറിയില്ല. എനിക്ക് ആരോടെ ദേഷ്യമുള്ള പോലെ ഞാനത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ എനിക്കറിയത്തേയില്ല, എനിക്ക് പേഴ്സണലി അറിയില്ല. പക്ഷേ കൺസൾട്ടേഷൻ വഴിയും അതല്ലാതെ പലരുടെ നിരീക്ഷണമായിരുന്നു ആ വീഡിയോയിൽ അന്ന് ചെയ്തിരുന്നത്. അതെനിക്ക് ഒരുപാട് വിമർശനം കേട്ടതാണ്. പലർക്കും എന്നെ ഇഷ്ടമുള്ളവർ പലരും പിന്നെ എൻ്റെ വീഡിയോസ് കാണാതായെന്നും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ മകരം രാശിയുടെ ഇത് കണ്ടിട്ട്. ആക്ച്വലി അങ്ങനെയല്ല. ഉത്രാടത്തിൻ്റെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അരയും ചേരുന്ന മകരം രാശിക്കാരുടെ ഫലം അത് ചന്ദ്രൻ നിൽക്കുന്നവരുടെ ഫലം മാത്രമല്ല, അത് ലഗ്നം വരുന്നതിൻ്റെ ഫലവും കൂടിയാണ് ഞാനത് പറഞ്ഞത്. വേണ്ടതെടുത്തിട്ട് ബാക്കിയുള്ളത് തള്ളിക്കളഞ്ഞേക്കുക. അതെൻ്റെ നിരീക്ഷണമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ പേഴ്സണലി ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 2026 വിഷുഫലത്തിലേക്ക് കയറാം. 7ര ശനി കഴിഞ്ഞതിൻ്റെ എല്ലാ ആശ്വാസങ്ങളും ലഭിക്കുന്ന ഒരു വർഷമാണ്. 3ാം ഭാവത്തിലെ ശനി കഴിഞ്ഞ 7.5 വർഷത്തിലെ ദുരിതങ്ങൾ തീർന്നതിൻ്റെ ഒരു ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ്. ഉച്ചവ്യാഴം 7ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വിവാഹം, പുതിയ പങ്കാളിയെ ലഭിക്കുന്നത്, കൂട്ടുകച്ചവടം എന്നിവയ്ക്കൊക്കെ ജാതകം കൂടി അനുകൂലമാണെങ്കിൽ അത് ദൈവാധീനമാണ് കേട്ടോ. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നന്നായിട്ട് വരും. കമ്മ്യൂണിക്കേഷനൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വരും. ഈശ്വരാനുഗ്രഹം വേണം. അപ്പം മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു ഉന്മേഷം കഴിഞ്ഞൊരു 7.5 വർഷത്തെ അലച്ചിൽ നിന്ന് കിട്ടുന്ന ഒന്ന് കരകയറിയതിൻ്റെ ഒരു ആശ്വാസം നിങ്ങൾക്ക് തിരുവിൽ ലഭിക്കും. പുതിയ വ്യായാമ മുറകൾ തുടങ്ങാനുള്ള ഒരു മികച്ച സമയമാണത്. അത് ചെയ്യുക. അത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സ്വാധീനിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ടത് ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക. മുരുകൻ എന്നെ തന്നെ ആശ്രയിക്കുകയും വേണം. കാരണം ചൊവ്വ ഉച്ചനാവുന്ന രാശിയാണ് മകരം. അതുകൊണ്ട് മുരുകൻ സ്വാമിയെ ആശ്രയിക്കുക. കിട്ടിയ സൗഭാഗ്യങ്ങൾ, ഇനി കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്കും ഒരുപാട് നന്ദിയുള്ളവരായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. പതിവായിട്ട് ക്ഷേത്ര ദർശനം ചെയ്യുകയും ചെയ്യുക. ഇതൊരു നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് അതുണ്ടാക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ ഈ കഴിഞ്ഞ 7.5 വർഷം അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറി വരുന്ന കാലമായതുകൊണ്ട് ഈ ഒരുപാട് ഫിയർ ഉണ്ടാവും.
പല കാര്യങ്ങളും തീരുമാനമെടുത്ത് ചെയ്യാൻ ഒരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ജ്യോതിഷിയൊക്കെ സമീപിച്ച് ദശാകാലങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് അതും കൂടെ ഓക്കെ ആണെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, വെച്ചുകൊണ്ടിരിക്കരുത്. സമയം പോവും, സമയം ഭയങ്കര ഡിലേ ആയിട്ട് ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടായിരിക്കും തീരുമാനമെടുക്കാൻ പേടിക്കുന്നത്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുക. ആശയവിനിമയ ശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ നേടുക. നന്നായി വരും. ഈ വർഷം പൊതുവെ നല്ലൊരു വർഷമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അപ്പം നിത്യോപാസനകൾ, നിങ്ങളുടെ നിത്യോപാസനകൾ, നിത്യസേവകൾ, ഈശ്വരോപാസനകൾ ഭംഗിയായിട്ട് ചെയ്യണം. അത് മെഡിറ്റേഷനെങ്കിൽ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, അല്ല സഹസ്രനാമ ജപമെങ്കിൽ അങ്ങനെ, അല്ല ഭാഗവതം പോലുള്ള പുരാണ പാരായണമാണെങ്കിൽ അങ്ങനെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഗുരുനാഥൻ എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത് അതിനനുസരിച്ച് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുക. ഭംഗിയായി വരും ഈ വർഷം എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അടുത്തത് കുംഭം, അക്വേറിയസ് മൂൺ സൈൻ അഥവാ കുംഭം രാശി. കുംഭം അവിട്ടത്തിൻ്റെ അര, ചതയം, പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം ചേരുന്ന കുംഭം രാശി. ഇങ്ങനെ ഒരു കുംഭം തോളിലേന്തി നിൽക്കുന്നതാണ്. 7ര ശനിയുടെ 2ാമത്തെ ഘട്ടം. ധനഭാവത്തിൽ ധനപരമായിട്ടുള്ള ഒരു ഭയം ഉണ്ടാവും. വിദ്യാഭാവമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കാണെങ്കിലും സ്വന്തമായിട്ടുള്ള കുടുംബത്തെ ആശ്രയിച്ച് ഒരു ഭയം വരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകളും വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലുള്ളിലെ ബുദ്ധിമുട്ടുകളും അതീവ ശ്രദ്ധ ആവശ്യമുള്ള ഒരു വർഷമാണ്. കുടുംബത്തിൽ വാഗ്വാദങ്ങൾക്കുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സെറ്റ് ബാക്സ്, ഏതിൽ കോമ്പറ്റീഷൻ എക്സാമുകളിൽ പ്രതീക്ഷിച്ച പോലൊരു വളർച്ച, അല്ലെങ്കിൽ ആ ഒരു എക്സാമിലേക്ക് എത്തുമ്പോൾ എല്ലാം അറിയാം, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തലയ്ക്ക് വേദനയും എഴുതാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ എക്സാമിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാട്, ശരീരത്തിന് വല്ലാത്ത ക്ഷീണം, വീടിനുള്ളിലിരിക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുക, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നേരത്തെ നല്ല ചുറുക്കോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു മനസ്സില്ലാതെ വരിക, അങ്ങനെയൊക്കെ വരും. അതുപോലെ തന്നെ നേത്രരോഗങ്ങൾ, പല്ലുകൾക്കും തൊണ്ടയ്ക്കും ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. അപ്പം കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ, തൊണ്ടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ, സംസാരം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ധനം കൊണ്ടും വിദ്യ കൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനും, വന്നാൽ അത് വേഗം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും വേണം. മൃത്യുഞ്ജയ പൂജകൾ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ജപിക്കുക, പഞ്ചാക്ഷരം ധാരാളമായിട്ട് ജപിക്കുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മൗനവ്രതം ആചരിക്കാൻ ശ്രമിക്കുക. അത് മൗനവ്രതവും അതോടൊപ്പം തന്നെ ആ സമയങ്ങളിൽ മാനസികമായിട്ടുള്ള മന്ത്രജപങ്ങളും എല്ലാം ആഴ്ചയിൽ ഒരു ദിവസം മതി ചെയ്താൽ ഈ വജോദോഷങ്ങളൊക്കെ മാറാൻ നിങ്ങളെ തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട്, വായുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ 2ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങളൊക്കെ മാറാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഡെയിലി ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസാരിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് തിരിതിരിക്കപ്പെടാം. അനാവശ്യ വിമർശനങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുക. വലിയ നിക്ഷേപങ്ങൾക്കും കടം കൊടുക്കുന്നതിനും ഒരു പ്രാവശ്യമല്ല 100 വട്ടം ചിന്തിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികം സംരക്ഷിക്കുക, ജോലി സംരക്ഷിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൂടെ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. മന്ത്രജപവും മന്ത്രോപാസനയും ശക്തമായിട്ട് കൊണ്ടുപോകുക. ഈ വർഷം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതാണ്. നന്നായിട്ട് കൊണ്ടുപോവുക. നന്നായി വരട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തത് മീനൻ രാശിക്കാരുടെ, മീനക്കൂറുകാരുടെ ഈ വർഷത്തെ വിഷുഫലം എന്താണെന്ന് നോക്കാം. പൂരുരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളെ ചേരുന്ന മീനൻ രാശി. അതിമനോഹരമായ ഒരു രാശിയാണ് മീനൻ രാശി.
കാലപുരുഷൻ്റെ മോക്ഷസ്ഥാനം, അതേപോലെ തന്നെ ഭൗതിക ഗ്രഹമായിരിക്കുന്ന ശുക്രൻ്റെ ഉച്ചസ്ഥാനം, വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു രാശിയാണ് മീനൻ രാശി. പക്ഷേ എന്ത് പറയാനാണ്, ഈ വർഷം ശനി സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഏഴരശനി നടക്കുന്നതിനാൽ വ്യക്തി ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ശ്രദ്ധിക്കണം, അത് ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു 10 പ്രാവശ്യം ആലോചിച്ചിട്ട് ഒരു കാര്യം എടുക്കാവൂ. ശനി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് നേച്ചറോ, അല്ലെങ്കിൽ നമുക്കൊരു ശനി ഗോചരത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുമ്പം ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, പൂരുരുട്ടാതിയുടെ അവസാനമാകും ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രത്തിൽപ്പെടുന്നവർ ഈഗോ ഹെർട്ട് ചെയ്യുന്ന, ഞാൻ കുറച്ച് താഴെയാണ് അല്ലെങ്കിൽ ഞാൻ നിസ്സഹായനാണെന്ന് വിചാരിച്ചിട്ട് ദാസ്യൻ രാജാവിനെ പോലെ പെരുമാറാൻ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരിത്, അതായത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ രാജാവിൻ്റെ മുന്നിൽ പെരുമാറാൻ പറ്റുമോ, ഹൈറാർക്കി നോക്കണമെന്നൊക്കെ ചോദിക്കും, ജാതീയമായിട്ട് ചിന്തിക്കും. ഒരു കോൺസ്റ്റബിൾ ആയിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറായിട്ടിരിക്കുന്ന ഒരാൾ ഒരു IPS ഓഫീസറെ പോലെ പെരുമാറിയാൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ, അത് ശരിയാണോ? അല്ലെങ്കിൽ ഒരു സാധാ വക്കീലായിരിക്കുന്ന ഒരാൾ ജഡ്ജായി മാറുന്നൊരവസ്ഥ എന്നാലോചിച്ച് നോക്കി. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ സ്ഥാനവും ഓരോ അവസ്ഥകളുമുണ്ട്, ആ അവസ്ഥയ്ക്കനുസരിച്ച് വേണം ചിന്തിക്കുക. അപ്പോൾ അത് വലിയ പരീക്ഷണങ്ങളുണ്ടാവും, അങ്ങനെ വ്യക്തിബന്ധങ്ങളിൽ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. സ്വന്തം ഈഗോ തകർക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ വരാം, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ വരാം. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. ഇതിനൊരു പരിഹാരവും കൂടി ഭഗവാൻ തരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഈശ്വരീയമായിട്ടുള്ള വ്യാഴം ബുദ്ധിശക്തിയുടെ കാരകനാണ്, വിസ്ഡത്തിൻ്റെ കാരകനാണ്. അപ്പം 5 എന്ന് പറയുന്ന ഒരു സുഹൃത ഭാവമാണ്. അവിടെ വ്യാഴം സഞ്ചരിക്കുമ്പം ഉപാസനാദി വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പം ആ വ്യാഴ ദൃഷ്ടി ശനിക്കുള്ളത് കൊണ്ട് തീരുമാനമെടുക്കുമ്പോഴും ഒരു പ്രതിസന്ധി വന്നാലും ആ സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയും മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. വിഷ്ണുപ്രീതി നന്നായിട്ട് വരുത്തണം. അതുകൊണ്ട് ജന്മശനി ആയതുകൊണ്ട് ശാസ്താവിനെ നന്നായിട്ട് ആശ്രയിക്കണം. ശാസ്താവ ക്ഷേത്രത്തിൽ എള്ളുപായസവും നീരാഞ്ജനവും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജോമവും ധാരയും ചെയ്തുകൊണ്ടേയിരിക്കണം കഴിയുമ്പോഴൊക്കെ. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിലെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ആത്മീയമായ ചിന്തകൾ, ഈശ്വരോപാസനകൾ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം 5 എന്ന് പറയുന്നത് ക്രിയേറ്റീവാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും വായിക്കാനും ഒക്കെ ശ്രമിക്കുന്നതൊക്കെ ആത്മവിശ്വാസക്കുറവിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ പറ്റും. അപ്പം അമിതമായിട്ടുള്ള ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. മാനസിക ആരോഗ്യക്കുറവ്, അതായത് അമിതമായ ചിന്തകളും ആത്മവിശ്വാസം കുറയുമ്പോഴൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോയി, അയ്യോ ഞാൻ എന്ത് ചെയ്തു, നിസ്സഹായൻ്റെ വേഷം, നമ്മൾ ഒരു നിസ്സഹായനെ പോലെ ഇരിക്കേണ്ടി വരും. അതിലും നല്ലത് ഈശ്വരനെ ആശ്രയിച്ച് ഇതൊക്കെ ശരിയാവുന്നു അത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ധ്യാനവും പ്രാണായാമവും ഈശ്വരോപാസനയും കൃത്യമായിട്ട് ശീലിക്കുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് മാനസികാരോഗ്യമൊക്കെ തിരിച്ചു തരികയും കോൺഫിഡൻസ് തരികയും മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. പൂർണ്ണമായിട്ടും ശരണാഗതിയോട് കൂടിയിട്ടുള്ള, ലഗ്നത്തിൽ ശനി നിൽക്കുന്ന കാലമായതുകൊണ്ട് പൂർണ്ണമായിട്ടും ശരണാഗതിയോട് കൂടിയിട്ട് 5ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായത് കൊണ്ട് ശിവഭഗവാനെ, മഹാദേവനെ അങ്ങ് ആശ്രയിക്കുക. സർവീശ്വരകാരകനായിട്ടിരിക്കുന്ന വ്യാഴം 5ലൂടെ സഞ്ചരിക്കുകയും ലഗ്നത്തിൽ ശനി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യാഴ ബേസ്ഡ് ആയിട്ടുള്ള രാശി അത്. അപ്പോൾ അതുകൊണ്ട് ജൂപ്പിറ്റർ ബേസ്ഡ് ആയിട്ടുള്ള രാശിയും കൂടെ ആയതുകൊണ്ട് തന്നെ മഹാദേവനെയും വിഷ്ണു ഭഗവാനും പഞ്ചാക്ഷരം അഷ്ടാക്ഷരവും നന്നായിട്ട് ജപിക്കുക. ദക്ഷിണാമൂർത്തിയെ ആശ്രയിക്കുക, ഗുരുപൂജ ചെയ്യുക. ദക്ഷിണാമൂർത്തിയൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികൾ ഒരു ക്ലാരിറ്റി തരികയും, 5th ഹൗസ് എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റിയും കൂടിയാണ്, മനസ്സിന് ക്ലാരിറ്റി തരുന്നതാണ്. മനസ്സിൻ്റെ തുടക്കം 3 ആണെങ്കിൽ 5 ആണ് അത് പൂർണ്ണമായിട്ട് ക്ലാരിറ്റി, സർഗാത്മകതയാണ്, അത് തരികയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഈ ഡെയിലി ലൈഫിൽ വരുത്തേണ്ട ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനയത്തോടെ പെരുമാറാനും
ജീവിതത്തിൻ്റെ സ്വന്തം ഈഗോ തകരുന്ന സിറ്റുവേഷൻസ് വന്നാലും അതിൽ നിന്ന് ആ വേദന തരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനൊന്ന് വിശകലനം ചെയ്ത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ ഒരു ഹ്യൂമിലിറ്റി നമ്മളിൽ വളർത്തിയെടുത്ത് വിനയത്തോടെ പെരുമാറാൻ ബോധപൂർവം ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പം പരിചയസമ്പന്നരായിരിക്കുന്ന ഗുരുക്കന്മാരുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഉപദേശങ്ങൾ തേടുക എന്നുള്ളതാണ്. ജീവിതാനുഭവങ്ങളുള്ള മനുഷ്യർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവർക്ക് നമ്മളോടൊരു സ്നേഹവും അവർക്ക് നമ്മളെക്കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമോ ഉദ്രമോ ഒന്നുമില്ലെങ്കിൽ, അവർക്ക് നമ്മളെക്കൊണ്ട് ഒന്നും നേടാനില്ലെങ്കിൽ, അങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കാവുന്നുള്ളൂ. അപ്പം ദിവസവും ഒരു 24 മിനിറ്റെങ്കിലും ധ്യാനം പരിശീലിക്കുകയും മുന്നേ പറഞ്ഞിട്ടുള്ള റെമഡീസ് ശീലിക്കുകയും എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഏറ്റവും പ്രധാനം ഈ ജന്മശനിക്ക് മാനസിക സമ്മർദ്ദമാണ്. പലരുടെയും കാര്യങ്ങളിൽ ഞാനതെനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ജാതകം കൂടി മോശമാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഒറ്റപ്പെടൽ, ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യും. അത് ആ ഒരു ഒറ്റപ്പെടൽ വല്ലാണ്ട് ഫീൽ ചെയ്യും. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കൊരു വിലയില്ല, അല്ലെങ്കിൽ ഞാൻ ആ ഒരു നിസ്സഹായൻ്റെ അവസ്ഥ വരും. ആ ഒരു ഒറ്റപ്പെടൽ വല്ലാത്ത, എനിക്ക് പുല്ല് വിലയാണ് എല്ലായിടത്തും ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ ഒരു ഐസൊലേഷൻ ഫീല് വരും. അത് പിന്നീട് അമിതമായ ചിന്തകളിലേക്കും സ്വന്തമായിട്ടൊരു വിശ്വാസക്കുറവും ആത്മവിശ്വാസക്കുറവും അത് നിമിത്തമുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളിലേക്കുമൊക്കെ വഴിയൊരുക്കും. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ വരും. ഇതൊക്കെ ജീവിതമാകുമ്പോൾ ഇങ്ങനെ വന്നും പോയും പല പല കാര്യങ്ങളും വന്നും പോയും ഒക്കെ ഇരിക്കും. അതിന് ഏറ്റവും പ്രധാനം ഈശ്വരനെ ആശ്രയിക്കുക, ഭഗവാനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വിഷുഫലത്തിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. മേൽപ്പറഞ്ഞ വിഷുഫലങ്ങൾ, പ്രത്യേകിച്ച് പ്രധാന ഗ്രഹങ്ങൾ, നമ്മൾ 4 ഗ്രഹങ്ങളല്ലേ എടുത്തിട്ടുള്ളൂ, സ്ലോ മൂവിങ് പ്ലാനറ്റ്സിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അവരുടെ ഗോചര ഫലത്തെ ട്രാൻസിറ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്, ട്രാൻസിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും സ്വന്തം ജാതകത്തിൻ്റെ ഗ്രഹസ്ഥിതികൾ, പ്രാരാബ്ധത്തെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രഹസ്ഥിതികൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവും. ദശാപഹാര കാലങ്ങളിലും ഗ്രഹബലത്തിനനുസരിച്ചുമൊക്കെ പല വ്യത്യാസങ്ങളും ഏറ്റക്കുറച്ചിലുകളിലും ഒക്കെ ഉണ്ടാകും. പറഞ്ഞത് ചിലപ്പോൾ തെറ്റാം, ശരിയായിട്ട് വരാം. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ നമ്മൾ ഈ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ നിന്നും തളരാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പായും ജീവിതത്തിലേക്കുള്ള ഒരു നല്ല ഒരു ലൈഫ്, സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴികാട്ടിയായിട്ട് മാത്രം ഈ വീഡിയോയെ കാണുക. അല്ലെങ്കിൽ ഈ ഒരു ഫലപ്രവചനത്തിനെ കാണുക. ഫലപ്രവചനം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഫലസൂചനകൾ എന്ന് പറയാനായിരിക്കും നല്ലത്. അതുകൊണ്ട് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കർമ്മഫലത്തിൻ്റെ കാഠിന്യത്തെ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും, അത് തപസ്സാണ് ജീവിതം എന്ന് പറയുന്നത്, ചിട്ടയായ ജീവിത രീതി കൊണ്ടും കൃത്യമായ ഈശ്വരോപാസനയിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും മറികടക്കാൻ സാധിക്കുമെന്ന് ഋഷിമാർ എത്രയോ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ ആചാര്യന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തിയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ ഏത് മതത്തിലോ ഏതിതിലോ എന്തിൽ വിശ്വസിക്കുന്നവരായാലും പ്രപഞ്ചം വിട്ടൊരു കളിയില്ല. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രപഞ്ചശക്തിയെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട കൊടുക്കാതെ സ്വന്തം കടമകൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തുകൊണ്ട്, അത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻസ് മാത്രമല്ല, നമുക്ക് നമ്മളോട് കുറേ കടമകളുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളെ സ്നേഹിക്കണം. നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്? നമുക്ക് നിർബന്ധവും പിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ സ്നേഹിക്കണം. നമുക്ക് ചെയ്യേണ്ട നമ്മുടെ ശാരീരികവും മാനസികവും സ്പിരിച്വലിയും ഒക്കെയുള്ള നമ്മുടെ കടമകൾ നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവർക്ക് എല്ലാവരോടും വരും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുകയാണെങ്കിൽ
യൂണിവേഴ്സൽ ലോ, ഒരു ധർമ്മമുണ്ട്, ഒരു സത്യമുണ്ട്. ആ സത്യത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ വർഷം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് പോയാൽ അതിമനോഹരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. ശാന്തിയും സമാധാനവുമുള്ള ഒരു വർഷമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് പോകുന്നതെങ്കിലും സുഹൃതമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭൗതികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കാം. ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ അശാന്തസ്യ കുതസുഖം. പക്ഷെ ശാന്തി കിട്ടില്ല. ശാന്തി ഇല്ലാത്തവന് എവിടെയാ സുഖം? അപ്പം ശാന്തി ഉണ്ടാവണമെങ്കിൽ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കർമ്മഫലത്തിൻ്റെ കാഠിന്യത്തെ മനസ്സിലാക്കി സത്കർമ്മങ്ങളാലും ഗുഡ് കർമ്മ ചെയ്ത് ചിട്ടയായ ജീവിത രീതിയാലും കൃത്യമായ ഈശ്വരോപാസനയിലൂടെയും മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ ജീവിതത്തിൽ മാറ്റിയെടുക്കാം, സമാധാനപൂർണ്ണമായിട്ടിരിക്കാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിഷു ആശംസകൾ നേരുന്നു. നമസ്കാരം.